പ്രിയപ്പെട്ട ശ്രീമാൻ പത്മനാഭൻ, ഡോക്ടർ മൂപ്പൻ, ബാക്കി സുഹൃത്തുക്കളെ, ആദ്യമായിട്ടൊരു മുൻകൂറും ജാമ്യം വാങ്ങിക്കുകയാണ്. കാരണം വലിയ വെടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ നേരെ എടുക്കരുത് പത്മനാഭട്ടോ. കാരണം മലയാളം അത്ര ശരിയല്ലെന്ന് അറിയാമല്ലോ. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു അബദ്ധം പറ്റിയതായി മനസ്സിലായി. കാരണം ഒരാഴ്ച മുമ്പ് മിസ്റ്റർ സദാശിവൻ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് കൊടുത്തയച്ചിരുന്നു. ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചിരുന്നു. നമ്മുടെ കൂട്ടുകാർ നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ കോപ്പി തന്നതായിരുന്നു. അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാറിൽ വെച്ചു. കാറ് ഗ്യാരേജിൽ പോയി. കാർ ഇപ്പോഴും ഗ്യാരേജിലാണ്. പുസ്തകം വായിക്കാൻ പറ്റിയിട്ടില്ല, സത്യമാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെയുള്ള വളരെ ഞാനെല്ലാം വിവരം ഉണ്ട് എന്ന് വിശേഷിക്കപ്പെടാവുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കോപ്പി കിട്ടി. അദ്ദേഹം വായിച്ച ശേഷനോട് പറഞ്ഞു, ഇരുത്തി വായിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറഞ്ഞു. ഇത് ഞാൻ വരുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഇവിടെ അധ്യക്ഷസ്ഥാനം എനിക്കാണെന്ന് പറഞ്ഞത്. ശ്രീ പത്മനാഭൻ പ്രത്യേകിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഞാൻ വരണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് സദാശിവം ഏതായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കുടുംബ സദസ്സ് മാതിരിയുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പ്രതീതി എന്നല്ലേ പറയുക, തെറ്റൊന്നുമില്ലല്ലോ. അല്ല, ഇവിടെ വന്ന ഉടനെ അവിടെ കണ്ടല്ലേ, അത് കണ്ടുപിടിച്ച ആളാണ്. ടെക്സ്റ്റൈൽസിൻ്റെ സ്പെല്ലിങ് അപ്പോൾ ആളറിയാമല്ലോ. ടെക്സ്റ്റൈൽസിൻ്റെ ഒരു AILS ടെയിൽ എവിടുന്ന വാല് വന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് വീട്ടിൽ തന്നെ എഴുന്നള്ളിക്കേണ്ട കൂടുതലൊന്നും പറയാനില്ല. ഈ പറഞ്ഞ മൊയ്തീൻ കോയ, എൻ്റെ സുഹൃത്തായ മൊയ്തീൻ കോയ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ബദ്ധപ്പാടിലും ഒരു യന്ത്രമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതിനുള്ള സീരിയസ്നെസ്സും അതിനുള്ള കമ്മിറ്റ്മെൻറ്റും, ഇത് ചെയ്തേ ഇരിക്കൂ എന്നുള്ളൊരു വാശി എന്ന് പറയാൻ പറ്റില്ല, കമ്മിറ്റ്മെൻറ്റ്, അത് തന്നെ വളരെയധികം നമ്മൾ പ്രശംസിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ഇവിടുത്തെ ഇന്നത്തെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കഷ്ടങ്ങളും ഓരോ മണിക്കൂറും മുമ്പിൽ വന്ന് ചാടുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഇതിന് ഒരു എഫേർട്ട് എടുത്തു ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് തന്നെ ആ പർട്ടിക്കുലർ അപ്രോച്ച്, അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെയുള്ള ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആൻഡ് സീരിയസ്നെസ് ഞാൻ വളരെയധികം ആദരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും, എല്ലാവരും മനസ്സിലും ഒരു പുസ്തകം ഉണ്ടാവും. അതിൽ എൻ്റെ ചെറിയ ഒരു എക്സ്പീരിയൻസിലുള്ളത്, എപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കും. എഴുതണമെന്ന് വിചാരിച്ചാൽ നാളെ ആവാം, മറ്റന്നാൾ തുടങ്ങാം. അവസാനം 60 വയസ്സായാലും മനസ്സിൽ ആ പുസ്തകത്തിൻ്റെ ആ ഒരു വിഭാവനം മാത്രം കാണും. ആദ്യത്തെ 2 പേർക്ക് പോലും എഴുതി കാണില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എഴുതണം എന്ന ആഗ്രഹമുള്ളവർ തുടങ്ങണം. ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇന്ന് എഴുതേണ്ടത് ഉടനെ എഴുതുക, നാളേക്ക് മാറ്റി വയ്ക്കരുത്. പിന്നെ സൗകര്യം പോലെ എല്ലാം കൂടെ ഒന്ന് ഓടിച്ചു നോക്കി കൂട്ടിയിട്ട് അറിയാവുന്ന വല്ലവരും കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ ടോക്കിംഗ് ബോട്ട് എന്നെപ്പോലെ ചെറിയ ഒരു ആൾക്കാരുടെ ഒരു അപ്രോച്ച് അതായിരിക്കണം. അറിയുന്ന ആൾക്കാരെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുക. അവർ തരുന്ന ആ ഒരു സജഷൻസ് വളരെ മനസ്സ് തുറന്ന് സ്വീകരിച്ച് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇതാണ് ബേസിക്കലി ഒരു ബാലപാഠമാണ് എഴുത്തിൻ്റെ എൻ്റെ ധാരണയിൽ. ഇത് കൂടുതൽ ഞാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കൂടുതലും എനിക്ക് പറയാനില്ല. ഈ കുടുംബസന്ധയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് അധ്യക്ഷനാവണമെന്ന് പറയുന്നത്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അദ്ദേഹം അങ്ങപ്പെടുത്തിരിക്കുന്നു ഇവിടെ ഈ സിംഹാസനത്തിൽ എന്നെ എത്തിയ സമയം ഞാൻ പറയുന്നത് ഉറങ്ങിപ്പോകുന്നുള്ളൂ. അതൊരു ഞാൻ ചെയ്യുന്നത് തെറ്റായി അറിയാം എങ്കിലും കൂടെ അങ്ങോട്ട് വാഴിക്കാനില്ല അവിടെ. എനിവേ, ഒന്നും കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി
പുസ്തക പ്രകാശനം ടി പത്മനാഭൻ, ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ.